സമീപകാലത്ത് മറ്റൊരു സിനിമയ്ക്ക് ലഭിക്കാത്ത വിധം ജനപ്രീതിയാണ് മോഹൻലാൽ തരുൺ മൂർത്തി ടീമിന്റെ തുടരുമെന്ന സിനിമയ്ക്ക് ലഭിക്കുന്നത്. 6 ദിവസം കൊണ്ടാണ് സിനിമ ആഗോളതലത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടിയത്. ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിലും ചരിത്രം സൃഷ്ടിക്കുകയാണ് ചിത്രം. റിലീസ് ചെയ്ത് 8 ദിവസം പിന്നിടുമ്പോൾ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി ഗ്രോസാണ് നേടിയിരിക്കുന്നത്. ഇതോടെ അതിവേഗത്തിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി നേടുന്ന സിനിമകളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് തുടരും. വിജയ് ചിത്രം ലിയോയെ മറികടന്നാണ് സിനിമയുടെ നേട്ടം. ലിയോ 10 ദിവസം കൊണ്ടാണ് കേരളത്തിൽ നിന്ന് 50 കോടി നേടിയത്. എമ്പുരാനാണ് ഈ ലിസ്റ്റിൽ ഒന്നാമത്. 5 ദിവസം കൊണ്ടാണ് എമ്പുരാൻ കേരളത്തിൽ നിന്ന് 50 കോടി നേടിയത്. ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരുമെന്ന സിനിമയിൽ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. നടന്റെ പ്രകടനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ആക്ഷൻ രംഗങ്ങളിലെ മോഹൻലാലിന്റെ പ്രകടനത്തിന് തിയേറ്ററുകളിൽ വലിയ കൈയ്യടി തന്നെ കിട്ടുന്നുണ്ട്. സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മയുടെ പ്രകടനത്തിനും വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ളരാജു, തോമസ് മാത്യു, ഇർഷാദ് തുടങ്ങിയവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ എത്തുന്നുണ്ട്. ചിത്രം കണ്ട പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.